ഹലോ, അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ പറവന്ന ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാ എന്താണ് പറയും നോമ്പ് തുറന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ നോമ്പ് എടുത്തിട്ടില്ല. കാരണം ഉണ്ണിയുള്ളതിനെ ഞാൻ പാല് കൊടുക്കുന്നില്ല, അപ്പൊ എനിക്ക് പെട്ടെന്ന് തല കറങ്ങും, അതോടെ നോമ്പ് എടുത്തിട്ടില്ല. പക്ഷെ നമ്മളിന്ന് നോമ്പ് തുറക്കല നമ്മളോട് പറ്റുന്ന നിലയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ മാത്രമായിട്ട് ഇങ്ങനെ ഒറ്റ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. സാധാരണ ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇപ്പം എൻ്റെ വീട്ടിൽ ഈ നോമ്പ് എടുത്തിട്ട് നോമ്പ് തുറ ചെയ്യാറുണ്ട്. നോമ്പ് എടുക്കും ഞങ്ങൾ. എന്നിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്കും എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും അമ്മയും എല്ലാം കൂടി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ നോമ്പ് എടുക്കാതെ ഫുഡൊക്കെ ഉണ്ടാക്കി അത് ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അല്ലേ. അപ്പം പിന്നെ എന്തായാലും അത് ചെയ്യാന്ന് വെച്ചാൽ 2 ദിവസമായി നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചോന്നും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് നീണ്ടുപോയി. അപ്പം ഇനി എന്തായാലും നേരം മേടിച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ പോകും. ബീഫ് 2 ദിവസമായി അത് കാരണം ഞങ്ങൾ എടുക്കാന്ന് വിചാരിച്ചു അല്ലേ. പറഞ്ഞ ചിക്കനും ബീഫൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റംസ് അത് ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഞാൻ ബീഫ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ കണ്ട പോലെ കേട്ടാ. എനിക്കതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് പറയും. കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു, ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പൊ അതെങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം, ടേസ്റ്റ് ഉണ്ടാവുന്നൊക്കെ അഭിപ്രായം പറഞ്ഞത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള. നിങ്ങളും കണ്ടിട്ടുണ്ടാവും, ട്രെൻഡാണ് 4 ഐറ്റം കൊണ്ട് മാത്രം ബീഫ് കറി വയ്ക്കുന്നത്. അത് നമുക്ക് ഇല്ല അമ്മ പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട്, 4 ഐറ്റം കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, അതിന് ടേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ചെയ്ത് നോക്കിയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞാൻ കുറച്ച് ഭംഗിയില് ഒരുങ്ങി നല്ല വലിയ കമ്മലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇല്ലേ. സാധാരണ എന്തെങ്കിലും വീഡിയോ എടുക്കും ഞാൻ ഇങ്ങനെ വല്ല പുറത്ത് പോകാന്നല്ലാതെ അങ്ങനെ വരാറുണ്ട് ഇല്ല. അപ്പൊ ഞാനും സുന്ദരനായിട്ടുണ്ടല്ലേ, ഞാൻ കുളിച്ച് സെറ്റ് ഇട്ടിട്ട് ഞാൻ സാധാരണ വരണ പോലെ. അപ്പൊ നമുക്ക് അല്ല ഞാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടാ. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോയാലോ, എങ്ങനെയായിരിക്കും ചിക്കൻ ആയാലും ബീഫ് ആയാലും ഞങ്ങളെ കഴിയണ വിധത്തിൽ ഞങ്ങൾ ഉണ്ടാക്കണത്. എന്നിട്ട് അച്ഛനമ്മേനെ വിളിക്കണം എന്നാണ് ആഗ്രഹം. അവർ എവിടെയെങ്കിലും ഓട്ടപ്പാച്ചിലായിരിക്കും, കാരണം വീട് പണി കാരണം അറിയാലോ ഭയങ്കര അലച്ചിലും കാര്യങ്ങളും. അത് നോക്കാൻ പോവുക ഇത് നോക്കാൻ പോവുക. ഞാൻ ഇന്ന് ഇത്രയും ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെക്കുന്നുണ്ട്, ചോറും കറി വെക്കുന്നുണ്ട്. കാരണം എൻ്റെ അച്ഛന് ചോറും കറിയാണ് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ്. അതിപ്പോ അവിടെ വീട് പണിയേക്കാനും പറ്റുന്നില്ല. പിന്നെ എത്ര ദിവസം പുണ്യർ എൻ്റെ കൂടെ ആയിരുന്നു. അപ്പൊ ഇടയിലൊരു ദിവസം വല്ല ഫ്രീ ഉള്ള ദിവസം ഞാൻ ഉണ്ടാക്കാറുണ്ടല്ലാതെ എനിക്ക് കണ്ടിന്യൂസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റാറില്ല. അപ്പൊ ഞാനിന്ന് ചോറ് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അച്ഛന് വേണ്ടിയിട്ട്. ചോറും മുതിരപ്പേരി അച്ഛന് വേണ്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ചോറും പരിപ്പേരി ഇന്നാ അതങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ചോറുണ്ടാതെ പിന്നെ ഉണ്ണുമ്പോ അച്ഛന് ചോറും മുതിരപ്പേരി ഉണ്ടാക്കും, പിന്നെ ചോറും പരിപ്പേരി ഉണ്ടാക്കും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പേരി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമുക്ക് വീഡിയോയിൽ പോയി. ഇന്ന് പരിപ്പേരി ഉണ്ടല്ലോ, ഇന്ന് ചോറുണ്ടോ? ചോറിന് സാധ്യത കുറവാണ്. പുട്ട്, ചിക്കൻ കറി, ബീഫ്, പുട്ടുള്ള കാരണം പിന്നെ കുഴപ്പമില്ല. പത്തിരി റെഡി ആവുന്ന എനിക്ക് അറിയില്ല. എല്ലാരും ബീഫും പത്തിരി കഴിക്കണം കണ്ടിട്ട് പൂതിയിലേക്ക് പത്തിരി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. പുട്ടുണ്ടല്ലോ, അപ്പൊ എനിക്ക് അത് മതിയോ. അപ്പൊ നമുക്ക് വീഡിയോക്ക് വന്നിട്ട് വെച്ചിട്ട് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോവാം. ഓ വേണ അപ്പൊ കഴിക്കിട്ട് തരാ. ഓക്കെ ഓക്കെ ഓ അയ്യേ എഴുന്നേറ്റുണ്ട്. നമുക്ക് പാപ്പില്ല ഇല്ല. അപ്പൊ എഴുന്നേറ്റിട്ട് നിങ്ങൾ വെച്ചിട്ട് ഇതിനെ മുന്നേ പാപ്പ വേണ്ടേ. ഇപ്പം എന്നെ മറ്റെന്തിനെക്കാട്ടും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ചെയർ തന്നെയാണ്. ഇത് ലവ് ലാപ്പിൻ്റെ 4-in-1 നൈറ്റ് ചെയർ ആട്ടോ. ഇതുള്ളതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ വർക്ക് ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല. കാത്തുമ്മ ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യും. കാരണം കാത്തുമ്മയ്ക്ക് എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ള ചിന്താഗതിയുള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അവൾക്ക് അവിടെ എന്തെങ്കിലും പ്ലേറ്റിൽ എന്തെങ്കിലും ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചോളും. നമ്മൾ അടുക്കളയോട് വർത്താനം പറഞ്ഞത് അവൾ ഭയങ്കര ഹാപ്പി ആട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഈ ട്രേ ഊരാം. അതിൻ്റെ അടിയിൽ ചെറിയ ബട്ടൺ ഉണ്ട്, അത് അമർത്തിയിട്ട് നമുക്ക് ഈ ട്രേ ഊരിയിട്ട് നമ്മൾ ഉണ്ണികളെ ഈസി ആയിട്ട് ഇരുത്താം. ഇരുത്തി കഴിഞ്ഞിട്ട് ആ ഒരു സൈസിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇതിലുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു സൈസ് എത്രയാണോ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ണികളെ ഇരുത്താം. പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ 3 പോയിന്റ് സേഫ്റ്റി ബെൽറ്റ് ആണുള്ളത്. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ എന്തായാലും ബെൽറ്റ് ഇട്ടിട്ട് ഇരുത്താൻ പാടും. അപ്പോൾ ആ ഒരു സേഫ്റ്റിയും കാര്യം നമ്മൾ എന്തായാലും നോക്കേണ്ടതാണ്. ആ ഒരു സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും.
ഉണ്ണികൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ട്രേ ഫുള്ളും ഫുഡാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ട്രേ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാൻ പറ്റും. ഉണ്ണികളെ കാല് വെക്കാനുള്ള ഒരു ചെറിയ ട്രേയും കൂടി ഉണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ണികളെ സൈസിനനുസരിച്ച് വെക്കാം. അതും നല്ല തന്നെയാണ് കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ കുറച്ച് നേരം ഇരുന്ന് ബോറടിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇതുമേ വീലുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കാം. പണ്ടങ്ങൾ കൊടുക്കുമ്പോൾ അവളെ ഇങ്ങനെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 360 ഡിഗ്രി വീൽ വിത്ത് ലോക്കാണ്. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിള്ളേരുടെ അടുത്താണെങ്കിലും അവൾ അവിടെ സേഫായിരിക്കും. അപ്പോൾ അവളും ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾക്ക് ഇങ്ങനത്തേലൊക്കെ ഇരുന്ന് കളിക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുമാത്രമല്ല ഉണ്ണികൾക്ക് ഇനി നമ്മളെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മളെ മേശയുടെ കസാരമേ നമുക്ക് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ സീറ്റ് മാത്രം ഒരിടത്ത് തന്നെ ലോക്കാക്കി കഴിഞ്ഞാൽ അവരവിടെ സേഫ് ആയിരുന്നോളും. അപ്പോൾ നമ്മളെ കൂടെ നമ്മൾ ഫുഡ് കഴിക്കണ പോലെ അവർക്ക് ഇരുന്ന് കഴിക്കാം. അപ്പോൾ അവരുടെ ഐറ്റും കാര്യങ്ങളൊന്നും നമ്മളെ മേശയ്ക്ക് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ സീറ്റ് ഉണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ണികളെ ഇരുത്തട്ടെ. അപ്പോൾ അവർക്ക് നമ്മളെ കൂടെ ഇരുന്നിട്ട് ഹാപ്പി ആയിരുന്നു ഫുഡ് കഴിക്കാനും. ഇനി നമുക്ക് ഈ ടേബിളിൻ്റെ ഐറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ഐറ്റിലാണോ ഉണ്ണികളെ ഇരുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ നിലത്തിരിക്കുകയാണെങ്കിൽ സെയിം ഐറ്റിലാണ് വരുന്ന വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുത്താം. അപ്പോൾ നമ്മൾ ഉണ്ണികൾ പഠിക്കേണ്ട പ്രായം പയ്യുമ്പോൾ ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് അവരെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പറ്റും കേട്ടോ. എനിക്ക് വീട്ടിൽ ഒരുപാട് പണിയെടുക്കുമ്പോൾ അതിലെനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ റിലീഫ് കിട്ടിയത് ഈ ഒരു സീറ്റ് വന്നതിൻ്റെ ശേഷമാണ്. കാരണം നമുക്ക് സേഫായിട്ട് ഉണ്ണികളെ ഇരുത്താനും പറ്റും. നമുക്ക് പണിയെടുക്കുമ്പോൾ ടെൻഷൻ്റെ ആവശ്യമില്ല. ഉണ്ണികൾ എവിടെയാണ് എന്താ ടെൻഷൻ്റെ ആവശ്യമില്ല. അവരവിടെ ഇരുന്നിട്ട് ഈ സമാധാനമായിട്ട് ഫുഡ് കഴിച്ചോളും. അപ്പോൾ ഈ ചെയർ നിങ്ങൾക്ക് ആരെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പോരാത്തതിന് ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ നിങ്ങൾക്കും നല്ലതായിരിക്കും. ഭയങ്കര ചൂടായതുകൊണ്ട് ഇന്ന് കുറേ നേരം അടുക്കളയിൽ നിൽക്കണം എന്നുള്ള അറിവുള്ളതുകൊണ്ട് ഞങ്ങൾ പെപ്സി ഇന്നലെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ കുടിച്ചിട്ടാണ് ഞങ്ങൾ അടുക്കളയിൽ കയറുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് കേക്കാണ്. കാരണം നമ്മുടെ രാവിലെ എഴുന്നേറ്റപ്പോ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെക്ക് വിട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? അതൊന്നും സെറ്റ് ആവട്ടെ. ഇത് പിന്നെ പൊന്നിന്റെ ആയുധട്ടാ. കൊറേ കാലായി വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പൊ ഞങ്ങൾ പൊടി തട്ടാ തീരുമാനിച്ചല്ലോ പറഞ്ഞ ഇതൊക്കെ ഞങ്ങള് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. യെസ്, അതാണ് സത്യത്തില്. ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളും വായിക്കും. പക്ഷെ ഒന്നും ഞങ്ങൾക്ക് തുടങ്ങി വന്നിട്ടില്ല. എന്താടി ആവാത്ത ഇത് അമർത്തി കഴിഞ്ഞ സാധനങ്ങൾ പുറത്തേക്ക് വരും. അതാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമേ തൊടാൻ പാടുള്ളൂ. ഓക്കെ, അതിനെ പഠിപ്പിച്ച ചെയ്ത് പഠിപ്പിച്ചെന്നെ നീ നല്ല എടുക്കാനായിരുന്നു. ആദ്യം എനിക്കുള്ള കോൾ വിളിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് വരാട്ടാ. അപ്പം ഞാൻ 2 കപ്പ് മൈദ കൊണ്ടാട്ടെ ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് കേക്കിൻ്റെ സ്പോഞ്ച് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഞാൻ പാൻ കേക്ക് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കപ്പ് പൗഡർ എടുത്ത് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആയിട്ട് ഞാൻ എടുക്കുന്നത്. അളവൊക്കെ ഓരോരുത്തർക്കും ഓരോ ഐഡിയ പോലെയാണ്. എൻ്റെ ഒരു ഐഡിയ പോലെയാണ് ഞാൻ എടുക്കാറ്. നമ്മൾ പാൻ കേക്കിനാണേലും നമ്മൾ ഇതിനെടുക്കുന്ന മൈദ ഇങ്ങനെയൊക്കെ നന്നായി അരിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ കേക്ക് ഭയങ്കര ബെല്ലായിരിക്കും. പാൻ കേക്കാണെങ്കിലും ഭയങ്കര ബെല്ലായിരിക്കും. പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്തു. അതിലേക്ക് ഒരു 2.25 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബേക്കിംഗ് പൗഡർ എടുത്താൽ ഈ അളവിൻ്റെ ഇതിൽ ഏറ്റവും ചെറിയൊരു ടീസ്പൂണുണ്ട്. ഒരു 2.25 ടീസ്പൂൺ 2.5 ടീസ്പൂൺ ഓയിലെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വാനില എസൻസ് ഒഴിച്ചു. അതൊന്നും അളവിലല്ല, എൻ്റെ ഒരു ഐഡിയ പോലെയാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ 2 കപ്പ് മൈദയ്ക്ക് 2 കോഴിമുട്ടയാണ്. അപ്പം ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ട് അതിലേക്ക് വെച്ചു. നമ്മൾ കേക്കിനാകുമ്പോൾ വെള്ളം ഉണ്ണിയും സെപ്പറേറ്റാണ് എടുക്കുക. പക്ഷെ ഇത് പാൻ കേക്ക് കഴിക്കാൻ ഞാൻ രണ്ടും ഒരുമിച്ച് ഇതിനകത്ത് എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുത്തു. നമുക്ക് ടീസ്പൂൺ കൊണ്ട് ഇളക്കാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുത്താലും മതി. എൻ്റെ കൈ വെച്ച് ഒരു എല്ല് പോലെ വളരുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൈവേദന ഉണ്ട് നല്ലോണം. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്യട്ടെ ചെയ്ത്. പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തു. നമ്മൾ മൈദ എടുത്ത് അതേ കപ്പ് അതല്ല, അതിൻ്റെ അടുത്ത സൈസ് കപ്പ് കൊണ്ട് 1 കപ്പ് പഞ്ചസാര എടുത്തത്. വീട്ടിലാർക്കും അധികം മധുരം വേണ്ട. അമ്മയൊക്കെ ഡേറ്റിങ് ആയതുകൊണ്ട്. പിന്നെ മിൽക്ക് കേക്കല്ല, അമ്മയെ അത്യാവശ്യം മധുരം. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മൾ ഈ പൗഡർ കുറച്ച് ശേഷം ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ
തണവില്ലാത്ത തിളപ്പിച്ച് ചൂടാറിയ പാല് ഒരു പകുതി, ഒരു 1/2 കപ്പ് പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പാൻ കേക്ക് കട്ടിയാവുമ്പോൾ മാവ് ഒരു ടെസ്റ്ററാകുമ്പോൾ നമുക്കിങ്ങനെ കേക്ക് പോലെ തന്നെ, കേക്കല്ല ദോശ പോലെ ചുട്ടെടുക്കാം. ഇങ്ങനെ പരത്താനൊന്നും പാടില്ല. നന്നായി ബട്ടർ തേച്ചിട്ട് അതിലേക്കൊരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ പരത്തി നൈസാക്കരുത്, നല്ല കട്ടിക്ക് വേണം, അല്ലെങ്കിൽ സോഫ്റ്റ് ഉണ്ടാവില്ല. പണ്ട് ഞാൻ ആദ്യം നന്നായി ബട്ടറൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കുഞ്ഞിയെ, അമ്മ വീഡിയോ ഡബ്ബിയല്ലേ. പിന്നെ ഇതാ ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കണല്ലോ, നൈസാക്കണില്ല കേട്ടോ. പിന്നെ അതിങ്ങനെ മൂടി വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഞാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ കൊടുത്തു. അതേപോലെ മുട്ടമണം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അതൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. മുട്ടമണം ഉണ്ടെങ്കിൽ ഞാൻ ഇത് എന്തായാലും എടുത്ത് കളയാന്നുള്ളത് ആർക്കും കഴിക്കാൻ വേണ്ടി വയ്ക്കില്ല. കാരണം എൻ്റെ വീട്ടിലാണെങ്കിലും ഒരാൾ പോലും മുട്ടമണലോ കേക്കോ കാര്യങ്ങളോ ഒന്നും കഴിക്കില്ല. അതുണ്ടാക്കി പാൻ കേക്ക് ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ബീഫൊക്കെ നല്ല കുഞ്ഞിതാക്കി അരിഞ്ഞരിഞ്ഞ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ പലതരം ഫുഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ബീഫോട് ഒരു പരീക്ഷണം ഞാൻ ഇതുവരെ ചെയ്തില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടാണ് 4 ഐറ്റം കൊണ്ട് ബീഫ് കറി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചു. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി അത് കുറേ വേണം കേട്ടോ. ഞാനൊരു 1/4 കിലോടത്തോളം ചുവന്നുള്ളി ഒരു 1/2 കിലോ ബീഫിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് വാട്ടണം. ഒരു ചെറിയ കളർ വ്യത്യാസം വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ബീഫിനൊക്കെ ആവശ്യത്തിന് ഒരു ഏകദേശം ഒരു അളവ് അറിയാമല്ലോ, അതിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് ഇളക്കി ആ ഒരു ചുവന്നുള്ളിയുടെ കളർ വ്യത്യാസം വരുമ്പോഴേക്കും നമുക്ക് കുത്തിയ മുളക്, അതാണ് നമ്മളിതിൽ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്ന്. ഞാനൊരു 5-6 ടീസ്പൂണിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറിയ ടീസ്പൂണാണ്. എനിക്ക് ടെൻഷൻ ശരി അത് ടേസ്റ്റ് ഉണ്ടാവും എന്താവും എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുത്തിയ മുളക് ഇട്ടിട്ട് അത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം പോയില്ലേ, ആ മുളകൊക്കെ ഒന്ന് മുരിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ ബീഫ് കുട്ടനെ അതിലേക്ക് തട്ടാം. അപ്പോൾ നന്നായി ചെറുതാക്കി അരിഞ്ഞ ബീഫോട്ട്, കാരണം എരിവ് മാക്സിമം പിടിക്കുന്നിടത്തോളം പിടിച്ചോട്ടെ വെച്ചിട്ട് പിന്നെ നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് എന്ന് പറയില്ല, 2 ടീസ്പൂൺ വെള്ളം, അത്രയ്ക്ക് തന്നെ ഞാൻ ഒഴിച്ചുള്ളൂ. അധികം വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. അത്യാവശ്യം നെയ്യുള്ള ബീഫായിരുന്നു. അത് ഒഴിച്ചിട്ട് നമുക്ക് ഇനി കുക്കർ അടച്ച് ഫുൾ തീയിലിട്ടിട്ട് 1 വിസിലും ബാക്കി ചെറിയ തീയിലിട്ടിട്ട് 4 വിസിലും അടുപ്പിച്ചെടുക്കാം. അതായി കഴിഞ്ഞ് അതിൻ്റെ വിസിലെല്ലാം പോയി മൂടി തുറന്ന് നോക്കിയപ്പോൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് ഞാൻ വീഡിയോയിൽ കണ്ട ആളിടുന്നുണ്ട്. ശരിക്കും കറിവേപ്പിലയുടെ ആവശ്യമില്ല, ആളിടാണ്ടപ്പോൾ ഞാൻ ഇട്ടുന്നുള്ളൂ. പിന്നെ നന്നായി റോസ്റ്റാക്കിയിരിക്കുക. നമ്മൾ തീ ഓണാക്കിയിട്ടിട്ട് ഇങ്ങനെ ഇളക്കി റോസ്റ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റിച്ച് റോസ്റ്റ് രൂപമാക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായിരുന്നല്ലോ, അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായി ഒരു 1/2 മണിക്കൂറത്തോളം നന്നായി കുക്കറിലിട്ട് ഇങ്ങനെ ഇളക്കി റോസ്റ്റാക്കി എടുത്തു. ഞാൻ എണ്ണം കൂടിയിട്ട് അപ്പോഴും നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കൽ തീർന്നിട്ടില്ല. അത് അത്യാവശ്യം ടൈമുള്ള പണി ഉണ്ടായിരുന്നു. അത്യാവശ്യം പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കാത്തുമ്മയാണെങ്കിൽ ഒക്കത്തുനിന്ന് ഇറങ്ങണില്ല, ഭയങ്കര വാശിയാണ്. റോസ്റ്റ് ചെയ്യുന്ന പാറ്റേൺ ടേസ്റ്റ് നോക്കിയിട്ട് ഓക്കെ എല്ലാം പാകാണ്, ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനം. ഞാൻ ബീഫ് കട്ട്ലേറ്റിനുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നന്നായി കുഴച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതേപോലെ ഞാൻ തൊലി കളഞ്ഞിട്ടുള്ള വേവിച്ചിട്ടില്ല, ആ ഉരുളൻകിഴങ്ങ് കൂടി ഇട്ടിട്ട് ഒരു 4-5 വിസിലടുപ്പിച്ചു. പിന്നെ ഞാൻ ചിക്കൻ വറക്കാൻ വേണ്ടിയുള്ള മസാല ടൈൽ ഞാൻ ഇപ്പോൾ എന്തൊക്കെ ഇട്ടതെന്ന് ഞാൻ പറയാൻ മറന്നല്ലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ തൈര് ഒഴിച്ചു, കുത്തിയ മുളക് ഇട്ടു, പിന്നെ അരിപ്പൊടി, പിന്നെ നമ്മൾ വിനാഗിരിയില്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പില ഇങ്ങനെ കുഞ്ഞിതാക്കി അരിഞ്ഞത് അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തു. അപ്പം നോക്കിയപ്പോൾ എനിക്ക് എരി കുറവായിരിക്കും എന്നുള്ള ടെൻഷൻ. അതുപോലെ അത് ഞാൻ വീഡിയോ എടുക്കുമ്പോഴും മറന്നു, ഇപ്പോഴും മറന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് മുളക് പൊടിയും കുത്തിയ മുളകും ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു, എരി കുറഞ്ഞാലോ എന്നുള്ള പേടിയിൽ. അത് പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡറും സാധാ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി വിനാഗിരി ഒഴിച്ചിട്ട് മസാല പറ്റിയിട്ട്, ഇത് കറിക്കുള്ളതാണ് കേട്ടോ, ചിക്കൻ കറി വയ്ക്കുള്ളതാണ്. അത് ഞാൻ മസാല പറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ ആദ്യം ചിക്കൻ വറക്കാൻ വേണ്ടി മാറ്റിയിട്ട് അതിൻ്റെ ചിക്കൻ മാറ്റിയിട്ട് അതിൻ്റെ പാത്രത്തിലേക്ക് ഇനി നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും പിന്നെ കുറച്ച് നാളികേരം അത് ചെരുകിയിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നമ്മൾ ആ മസാലയ്ക്ക് ഇടും. ഇത് കറിക്കുള്ളതല്ല, നമ്മൾ തൈരും കാര്യങ്ങളൊക്കെ ഒഴിച്ച് മസാല പരട്ടിയിരുന്നത് അതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് പരട്ടി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ മസാല പറ്റിയതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അതും സെറ്റാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഇതും ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. ഇതും ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, എങ്ങനെയുണ്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നെ അതാ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാണ്. ഒരു കൊട്ട പാത്രങ്ങളായിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. എന്താ പറയുക ഈശ്വര, എൻ്റെ അടുക്കള ഇങ്ങനെ കിടന്ന് എനിക്ക് സമാധാനമേ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അപ്പം പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത പണിയിലേക്ക് പോകാം. പിന്നെ നമ്മൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് പാല് തിളപ്പിച്ച് 1 കപ്പാക്കിയിട്ടാണ് ആ പാലൊഴിച്ചു. അതിലേക്ക് ഫ്രഷ് ക്രീമും ഞാൻ കുഴപ്പമില്ലാതെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നന്നായി ഇളക്കി വരുമ്പോൾ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ഡപ്പ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ ഡപ്പത്തെ ഫുൾ മിൽക്ക് മെയ്ഡും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മധുരം ഓവർ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. അത് സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് വാനില എസൻസ് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ബീറ്റ് ചെയ്ത് ഞാനതൊരു കവറിലേക്ക് മാറ്റി. ഇനി നമുക്ക് മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പാൻ കേക്ക് നന്നായി പൊട്ടിച്ച് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ എന്തെങ്കിലും ടീസ്പൂൺ കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ കുത്തി ഹോട്ടാക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് മിൽക്ക് ക്രീമിൻ്റെ ആ ഒരു ഇതില്ലേ, ആ ബാറ്റർ കുറച്ചാണ്ട് അത്യാവശ്യത്തിന് കുതിരാன നിലയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വിപ്പിംഗ് ക്രീം കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് അത്ര ഭംഗി വേണമെന്നില്ല, കാരണം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും പാൻ കേക്കൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഭംഗിയൊന്നും കാണില്ല. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ചെയ്ത് സെറ്റാക്കുക. പിന്നെ അതിലേക്ക് പിസ്ത, അണ്ടിപ്പരിപ്പ്, ബദാം ഇത് 3 പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുത്തു. ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. ലാസ്റ്റത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴും കാത്തു കരഞ്ഞിട്ട് ഏട്ടനാണ് ബാക്കി ചെയ്തത്. ഞാൻ നേരെ കാത്തുമ്മയ്ക്ക് പാൽ കൊടുക്കാൻ വേണ്ടി പോയി. അപ്പം ഇനി എന്തായാലും അതിങ്ങനെ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ ടീസ്പൂണിൽ കുത്തി സെറ്റാക്കേണ്ടതാണ്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കാത്തുമ്മനെ ഉറക്കി വന്നതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ബാക്കി പണി ചെയ്യുന്നത്. അപ്പോഴേക്കും അത് ഏട്ട സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം വേണം കഴിക്കാം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഞാനിത് അപ്പുറത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഏട്ട അപ്പുറത്ത് തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാനുള്ള പണികൾ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ വേറൊരു ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുണുക്കമ്മൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഞാൻ ചെറിയ കൂർക്കം വലിക്കണ പോലെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൂടെ ഞാൻ കട്ട്ലേറ്റിനുള്ള പണികളും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കട്ട്ലേറ്റിനുള്ള മസാലയൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ബീഫ് ഇങ്ങനെ പൊടിച്ചെടുത്തു, മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. അതും അതിലേക്ക് ഉരുളൻകിഴങ്ങൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് മസാല സെറ്റാക്കി. പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ അത് റൗണ്ടാക്കാം, വേറൊരു ഷേപ്പാക്കാം. അങ്ങനെ ഞാൻ ഷേപ്പാക്കിയാണ് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതൊക്കെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പുറത്ത് ഞാൻ ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട്, അച്ഛന് ചോറ് വെച്ചിട്ടുണ്ട്, അതുപോലെ മുതിരപ്പേരിക്കുള്ള മുതിര വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ അതുവരെ ഞാൻ അധികം ടൈമില്ല. അപ്പോഴേക്കും എനിക്ക് ബാക്കിയുള്ള എല്ലാ പണികളും ചെയ്യണം. എനിക്ക് ഇതുവരെയ്ക്കും ഒന്നും ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആകെ 1-2 സാധനങ്ങളേ ആയിട്ടുള്ളൂ. എൻ്റെ ടെൻഷൻ മൊത്തം അതാട്ടെ. ഇതൊക്കെ ഞാൻ അവർ വരുമ്പോഴേക്കും റെഡി ആവില്ലേ എന്നുള്ളതായിരുന്നു എൻ്റെ മൊത്തം ടെൻഷൻ. അതുകൊണ്ട് ഞാൻ ഏകദേശം വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല. അപ്പോൾ അതാണ് ചിക്കൻ വറുത്തത് മാറ്റിയതിൻ്റെ ശേഷം ഞാൻ ആ നേരത്തെ മൊരിക്കല ആ നാളികേരൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മസാലയിൽ, അതിട്ട് നന്നായി മൊരിച്ചെടുത്തു. അതിന് നമുക്ക് ചിക്കൻ വറുത്തന്നെ മേലിക്കിട്ട് കൊടുക്കും. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ലാസ്റ്റ് ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം അമ്മ അച്ഛനൊക്കെ റിവ്യൂ പറയുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ മുട്ട ബീറ്റ് ചെയ്തേൽക്കും ബ്രെഡ് പൊടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ കട്ട്ലേറ്റ് ലാസ്റ്റോടെ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. കട്ട്ലേറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിതൊന്നും കഴിക്കാനുള്ള ടൈം കിട്ടിയില്ല. കാരണം ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് വയ്യാതെയായി. പിന്നെ എനിക്കൊന്നും കഴിക്കാനുള്ള മൂഡുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം. അവർ കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം തോന്നുക. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇതേപോലെ അമ്മ പണ്ട് ആരെങ്കിലും വരുമ്പോൾ വീട്ടിൽ നിറയെ ഫുഡ് ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. അതെനിക്ക് ഓർമ്മ വെച്ചാൽ തന്നെ പ്രായം തൊട്ടേ അങ്ങനെയാണ്. വീട്ടിൽ ആരെയും വരുന്നെങ്കിൽ മേശ നിറയെ ഫുഡ് ഉണ്ടായിരിക്കും ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ.
അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയും. അപ്പോൾ ഞാൻ വലുതാകുമ്പോൾ എനിക്കും അതേപോലെ കുറേ ഫുഡ് ഉണ്ടാക്കണം, എല്ലാവരും നല്ല അഭിപ്രായം കിട്ടണം എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. പിന്നെ ഇതാ ഞാൻ ചിക്കൻ കറിയാണ് വയ്ക്കുന്നത്, അല്ല മുതലപ്പേര് ചിക്കൻ കറി അങ്ങനെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഇനി അടുക്കള ക്ലീനിങ് ആണോ, നമ്മൾ കറികളൊക്കെ പാത്രത്തേക്ക് മാറ്റുകയാണ്. ഉണ്ടാക്കിയ കറികൾ ഓരോന്നായി പാത്രത്തിൽ മാറ്റി. ബീഫ് ഞാൻ ലാസ്റ്റോടുകൂടി ആകുമ്പോൾ ചൂടാക്കിയിട്ട്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ കറി ഉണ്ടായാലും അതൊക്കെ ചൂടാക്കി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ എല്ലാം മേശമക്ക് വെച്ചു. അതിൻ്റെ കൂടെ ഞാൻ നെഗേറ്റ്സും വറുത്തുണ്ടായിരുന്നു, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനതിൽ ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഓരോ തിരക്കിൻ്റെ ഇടയിലും പണിയില്ല ഓട്ടപ്പാച്ചിൻ്റെ ഇടയിലും എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ അതൊക്കെ പാത്രത്തിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ എല്ലാ ഫുഡും കഴിഞ്ഞ് എൻ്റെ അടുക്കള ക്ലീനിങ് ആണ് എൻ്റെ അടുത്ത പരിപാടി. അതുതന്നെ വലിയൊരു പരിപാടിയായിരുന്നു, കാരണം നമ്മൾ ചിക്കനൊക്കെ വറക്കുമ്പോൾ എണ്ണയൊക്കെ തെറിക്കുമല്ലോ, അതൊക്കെ ആദ്യം പുറത്തുണ്ടാകുന്നതുകൊണ്ട് എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ഉരച്ച് കഴുകണം. പാത്രങ്ങളൊക്കെ കഴുകി ഗ്യാസ് അടുപ്പൊക്കെ തുടച്ച് കഴിഞ്ഞു. പിന്നെ ഏട്ടന് ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ എനിക്ക് സബോള വേണം, അപ്പോൾ അത് ഞാൻ ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത്, അപ്പോൾ അതുകൂടി ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി എനിക്ക് അവർ വരുന്ന ടൈമോട് ഒരു പുട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാൻ ഉണ്ടാക്കേണ്ടി വന്നില്ല. അമ്മ വന്നതിന് ശേഷം അമ്മ പുട്ടുണ്ടാക്കി അപ്പോഴേക്ക് ഞാൻ കുളിച്ചിട്ട് വരികയായിട്ട് ചെയ്ത്. ഇത്ര നേരം അടുക്കളയിൽ നിന്നിട്ട് ആകെ വിശർത്തുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നു. അപ്പോഴേക്കും അമ്മ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ എൻ്റെ അടുക്കള ഫുള്ളും തുടച്ച് വൃത്തിയാക്കണം. എനിക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട്, പൊന്നു അടുക്കള വൃത്തിയായി സൂക്ഷിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്, നല്ല വൃത്തിയിലാണ് പൊന്നു അടുക്കള കൊണ്ട് നടക്കണേന്നൊക്കെ. എനിക്കും ഭയങ്കര സന്തോഷമാണ് നിങ്ങളിങ്ങനെ കമൻസ് ഇടുമ്പോൾ. കാരണം എൻ്റെ അമ്മ, അതാണ് ഞാൻ എൻ്റെ അമ്മ എപ്പോഴും അടുക്കളക്ക് നല്ല വൃത്തിയിലാണ് കൊണ്ടു നടക്കുക. അപ്പം അത് കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം എനിക്ക് അടുക്കള വൃത്തിയായി കിടന്നത് എനിക്ക് ഒരു തരി പോലും സമാധാനം ഉണ്ടാവില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സമാധാനം കുറവ് വന്നത് എൻ്റെ ഏട്ടനാണ്. കേട് ഞാൻ ഏട്ടനോട് ഇങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും, മനസ്സിന് വലിയ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഏട്ടന് കേടായിക്കാനും ഏട്ടനും ഞാനും കൂടി എപ്പോഴും അടുക്കള ക്ലീൻ ആയി നോക്കും. കൊറേ നേരത്തെ പരിപാടിയാണ്, പക്ഷെ അപ്പത്തേക്ക് എന്റെ വ്യൂസ് പോവുകയും ചെയ്തത്. പൂക്കാടന്ന് പണ്ടാറടങ്ങിയിട്ട് ഞാൻ ഇരിക്കണ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. മുറിച്ചേരാം. ഓക്കെ, കേക്ക് ഇവിടെ കളിച്ചു നല്ല പണിയായിരുന്നു. ഞാൻ നേരെ കസേരയിട്ടല്ല പക്ഷെ ആശ മട്ടനോ ബീഫോ ചിക്കനോ ഒന്നും ഉണ്ടാക്കില്ല. ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ കണ്ടില്ല ഞാൻ കഴിക്കില്ല എത്ര ദിവസമായാലും നമ്മളെ വീട്ടിലത്തെ ഫുഡ് നമ്മളെ എവിടുന്ന് എന്ത് കിട്ടിയിട്ട് പൊന്നും പാവം വയ്യാണ്ടായിട്ടാ. മൂന്നാള് പാവായി ഇതൊക്കെ മൂന്നാള് പാവായി. ചോറ്
സൈഡിൽ വെച്ചിട്ട് അച്ഛന് ചിക്കൻ വറുത്തിട്ടോ ഞാൻ കൊറേ ദിവസം ഇത് ചിക്കൻ കറി സൂപ്പറാ അടിപൊളി. അമ്മ എങ്ങനെയുണ്ട് അമ്മ? എന്താ പറയാ, നമ്മളെ പറഞ്ഞ സ്വർഗം മാമ സ്വർഗം. ചിക്കൻ കറി ടേസ്റ്റ്, ചിക്കൻ കറി വെച്ചു. ഞാൻ ചിക്കൻ കറി തീരെ ടേസ്റ്റ് നോക്കാത്ത സാധനം അതാ. ഞാൻ അത് ഉണ്ടാക്കുമ്പോ കാത്തു ഭയങ്കര വാശിയായിരുന്നു. കുഴപ്പമില്ലല്ലോ. ഏട്ടാ എങ്ങനെയുണ്ട്? വറുത്തിട്ട് അതിനെനിക്ക് ചീത്ത കിട്ടും, കൂടിപ്പോയി പറഞ്ഞിട്ട്. അച്ഛ എങ്ങനെയുണ്ട്? അച്ഛ പിന്നെ ചോറ് മുതലെടുപ്പില്ല. സെറ്റായിട്ട് വേണം അടുത്തല്ല കൈവയ്ക്ക് ഇതൊക്കെ പൂതി തീരെ കഴിക്കട്ടെ. ബീഫിന്റെ സ്പെഷ്യൽ ഉണ്ടല്ലോ. ഹാപ്പി കുണുക്ക കുണുക്കി എങ്ങനെയുണ്ട്? എന്താ സത്യം പറഞ്ഞ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ഫാമിലി ആയിരുന്നു ഫുഡ് കഴിക്കണം കേട്ടോ. അത് വേറെ സന്തോഷമാണ്. നമ്മളെപ്പോഴും നമ്മളെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കും. നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ അവരൊക്കെ വിളിച്ച് കഴിക്കണം. അച്ഛനും അമ്മയും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ബേബി എൻ്റെ ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയുടെ മുകളിലേക്ക് ഫുഡിനെല്ലാം ഇങ്ങനെ പറയണം. ആ ഒരു സന്തോഷം എന്തായാലും അമ്മയുടെ മുഖത്ത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ 3 കുട്ടിപ്പട്ടാളങ്ങൾ അവരെ സന്തോഷമായിട്ടാണ് പോകണം. അവർ നമ്മൾ സംസാരിക്കുന്നതോ നമ്മൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കണില്ല. അവർ 3 ആളും കൂടിയിട്ട് വർത്താനം പറഞ്ഞും ഫുഡ് കഴിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞു സ്റ്റാറ്റസ് എടുത്തേ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ തോന്നും. അപ്പം ഞാനങ്ങനെ അതിൻ്റെ വീഡിയോസ് എടുക്കുകയാണ്. അമ്മയുടെ ഫോണിലാട്ടത്. അപ്പം അതിൽ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ എടുത്തു. പിന്നെ സ്റ്റോറി ഉണ്ട പരിപാടിയൊക്കെ എൻ്റെ തന്നെയാണ്. ഞാൻ എടുത്ത അമ്മയുടെ ഫോണൊന്നുമില്ല. ഞാൻ തന്നെ എല്ലാം മെൻഷൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുള്ളൂ. അച്ഛൻ ചോറാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛന് ഏറ്റവും ഇഷ്ടം ചോറാണ്. അപ്പം അമ്മ ഫുഡ് കഴിക്കില്ല എന്നുള്ളത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടേ അമ്മ കഴിച്ചു കിട്ടാം. അതെൻ്റെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. കാരണം അമ്മ ഡയറ്റിങ് കഴിക്കാൻ അമ്മ അങ്ങനെ വേറെ ഫുഡുകളോ കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. പക്ഷേ എൻ്റെ സന്തോഷം കാണാൻ വേണ്ടി എൻ്റെ അമ്മ കഴിച്ചതാണെന്ന് എനിക്കറിയാം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇന്ന് ഫുഡ് കഴിക്കുന്നതിന് അടുത്ത നെഗറ്റീവൊക്കെ വരും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഞാൻ എൻ്റെ സന്തോഷങ്ങളാണ് ചെയ്യുന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഫാമിലിയായിട്ട് എങ്ങനെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം എന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതിപ്പോൾ ആരെന്ത് നെഗറ്റീവ് പറയും, ആരെന്ത് പോസിറ്റീവ് പറയുന്നു ഞാൻ നോക്കാറില്ല. ഞാൻ എൻ്റെ മനസ്സ് ഓക്കെയാണോ, ഞാൻ ഹാപ്പിയാണോ എന്ന് മാത്രം നോക്കാറുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ഏട്ടനും കേട്ടോ. അവനും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കാറ്. അല്ലാതെ ഇനി മറ്റുള്ളവർ ഞങ്ങളിങ്ങനെ ചെയ്ത് മറ്റുള്ളവരെന്ത് പറയുമെന്ന് ഞങ്ങൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഒന്നാമത് ഞാനാണല്ലോ എല്ലാത്തിനും വില്ലെത്തി. അപ്പോൾ അതാണ് ഞാൻ ഫാമിലിയെ സ്നേഹിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ വീട്ടിലത്തെ പണി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ഞങ്ങൾക്കൊരു നോമ്പൊക്കെ എടുത്തിട്ടൊരു നോമ്പുതുറ ചെയ്യാൻ. അപ്പം അതിന് ഇതിനും ഐറ്റംസ് ഉണ്ടാവും. കാരണം അമ്മയും ഞാനും എല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതിനും ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ അധികം വീടുകാരെ വരും. അപ്പം ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളെ കുണിക്കുമ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയാണ് എടുത്തത്. നമ്മളെ കുണിക്കുമ്പോൾ അച്ഛൻ്റെ എൻ്റെ ആട്ടാ മുതിരപ്പേരും ചോറൊക്കെയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. അവളപ്പോൾ മുതിരപ്പേരും ചോറും കഴിച്ചു. എൻ്റെ കൂടെ നെഗേറ്റ്സ് ഓർത്താവുന്നു കുണിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കുണിക്കിന് മനസ്സിലാവണില്ല. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് കാണുന്നത്. അങ്ങനെ നമ്മളെ കാത്തുമ്മ എന്തിട്ടാ കഴിച്ചത്? ചോറും മോര് കറിയും. കാത്തുമ്മ ചോറും മോര് കറിയാണ് എടുത്തത്.
ഏട്ടൻ ചിക്കൻ കറിയും പുട്ടും ചിക്കൻ കറിയും പൊറോട്ടയ്ക്കാണ് ഏട്ടൻ കഴിച്ചത്. അതിലെടുത്ത് പറയേണ്ടത് ചിക്കൻ വറുത്തത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. ഇനിയും ഇതേപോലെ കുറേ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ പറ്റുമോയെന്ന് എനിക്കറിയില്ല. എൻ്റെ മോള് നല്ല കുട്ടിയാണ്, എനിക്ക് ഇതേപോലെ ഒരുപാട് ഫുഡും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ. അതിനത് അമ്മയുടെ ഫുഡ് ഇടേണ്ട അമ്മ ആകെ 2 മിൽക്ക് കേക്ക് നമുക്ക് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പിട്ട് അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അമ്മയ്ക്ക് പേടിച്ചിട്ടാണ്. അമ്മയ്ക്ക് കൂടുതലും മധുരം കാര്യങ്ങളല്ലേ, ക്രീമൊക്കെ അല്ലേ, അത് കഴിച്ചാൽ അമ്മയുടെ ഡേറ്റ് പൊട്ടില്ലേ എന്നുള്ള ടെൻഷനിലാണ്. ഇനിയിപ്പോൾ അമ്മയുടെ സൗന്ദര്യം നോക്കി ഡേറ്റ് എടുക്കുന്ന ഒരാളല്ല, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാട്ടാ, അതും പറയണല്ലോ. അങ്ങനെ നമ്മൾ കാത്തുമ്മയും വയറ് നിറയെ ചോറുണ്ടു. ഇത് കാത്തുമ്മയ്ക്ക് കുണിക്കുമ്പോളാട്ടോ വായിൽ വെച്ച് കൊടുത്തത്. ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കുണിക്കുമ്പോൾ ഫുള്ള് ചോറും വായിൽ വെച്ച് കൊടുത്തു. കാത്തുമ്മ നല്ല കുട്ടിയായിട്ട് ഫുഡ് കഴിച്ചു. ഈ ഒരു കസാല ശേഷം കാത്തുമ്മ ഹാപ്പി ആട്ടോ. കാരണം നമ്മളെല്ലാവരും ഇന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ മടിയിലാളെ ഇരുത്തുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പം ഈ കസാല വന്നതിൻ്റെ ശേഷം അവളും നമ്മളെ കൂടെ ഇന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയും. നാളെ പുതിയ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ബൈ.